എടുത്ത കുറെ കഥാപാത്രങ്ങളുണ്ട്. അതിലോട്ട് നോക്കിയാൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ഒരു വല്ലാത്ത അഭിനയം, നാച്ചുറൽ അഭിനയം കാണാം. ആ അഭിനയത്തിനെക്കാളും ഒരു പടിക്ക് മുകളിൽ കിടപിടിക്കുന്ന രീതിയിൽ, അതുകൊണ്ട് ഇത്ര ഏജ് ആയപ്പോ അദ്ദേഹം ഇത്ര ഏജായി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതിനേക്കാളും ഒരു പടിക്ക് മുകളിൽ കടപിടിക്കുന്ന രീതിയിൽ ഏത് റോൾ ചെയ്തു എന്നാണ് ഇതിനകത്തുള്ള വിഷയം. ചോക്ലേറ്റ് നായകനല്ല, അച്ഛനല്ല, മറ്റൊന്നുമല്ല. നല്ല കിടിലമായ ഹെവി ക്രൈം, ഹെവി ലെവൽ ക്രൈം, ചെറിയ ക്രൈം അല്ല, തലയൊന്നും വെട്ടുന്നതല്ല ക്രൈം, ടെക്നിക്കലി ട്രാപ്പ് ചെയ്യുന്ന ഹെവി ക്രൈം ചെയ്യുന്ന വില്ലൻ. ആ നിലയ്ക്കുള്ള ഒരു കഥാപാത്രം. അത് ഞാൻ പ്രേക്ഷകർക്ക് പറയണത്, നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ മമ്മൂട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന കുറെ പ്രേക്ഷകരുണ്ട്. എപ്പോഴും ഏത് സിനിമ വന്നാലും ഫാൻ ബേസ് ഇതൊക്കെ പോയി കാണുന്നവര്, അവരുടെ അടുത്ത് നിങ്ങൾ യഥാർത്ഥ മമ്മൂട്ടി ഇപ്പോഴും കാണും. മമ്മൂട്ടി ചിത്രങ്ങൾ അധികം തിയേറ്ററിൽ പോയി കാണുന്ന ആളല്ല ഞാൻ. കാരണം ഒന്നാമത് മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ തന്നെ സിംഗിൾ ഫ്രെയിം ആയിരിക്കും, മമ്മൂട്ടിക്കായിരിക്കും ഫ്രെയിം കൂടുതൽ, കഥാപാത്രങ്ങളൊക്കെ ഒരു മീഡിയത്തിൽ നിൽക്കും. പിന്നെ ഒപ്പം നിൽക്കുന്ന കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. മമ്മൂട്ടിക്കായിരിക്കും കൂടുതൽ ഹൈപ്പ്, പിന്നെ അതിനൊരു തരം സ്റ്റാർ ഓഫ് വാല്യൂ ഉണ്ടാവും. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു കൊടൂരമില്ലായിട്ട് ഇറങ്ങി ചെന്ന് മമ്മൂട്ടി കളിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറയണമെന്ന് പറഞ്ഞാൽ 80-90 മമ്മൂട്ടിയുടെ ഒരു റിയാലിറ്റി അഭിനയമുണ്ട് ഈ ഫാമിലിക്കകത്തും അല്ലാത്ത ചിത്രങ്ങളിലും ഒക്കെ. അതായത് എന്റെ നല്ല ബാല്യകാലത്ത് അതിന് അതേ ലെവലിൽ വന്നിട്ട് മമ്മൂട്ടി അടുത്തൊരു ഹെവി വില്ലനായിട്ട് എന്തിന് പറയാ. ഈ ഇങ്ങനെ പാറശാലയിലും നമ്മ തമിഴ്നാടിലും കൊഞ്ചം പക്കത്തിന് ഏറി മെല്ലെ ഉഴഞ്ഞങ്ങട്ട് അഴിഞ്ഞാടയാണ് മമ്മൂക്കയ്ക്ക് അഭിനന്ദനങ്ങൾ. ഈ പ്രായത്തില് ഈ സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്നിട്ട് ഇനി കുറച്ചു കാലം കൂടിയാണ് മമ്മൂട്ടി ആയുസ് ബാക്കിയുള്ളത്. പ്രൂഫ് ചെയ്തിരിക്കുന്നു മമ്മൂട്ടി. ഞാനതാണ് പറഞ്ഞത്, മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ പ്രൂഫ് ചെയ്തിരിക്കുന്നു, ഞാനൊരു ഹെവി നടൻ തന്നെയാണ്. എടുക്കേണ്ട കഥാപാത്രങ്ങൾ ഈ മമ്മൂട്ടിയെ മറ്റു നടന്മാരോട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, മോഹൻലാലോട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മോഹൻലാലൊക്കെ വേറെ ലെവലാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ലിമിറ്റേഷനകത്ത് നിർത്തിക്കൊണ്ട് തന്റെ എല്ലാ കുറവുകളും അറിഞ്ഞ് അത് ചെത്തിമിനുക്കി ശരിയാക്കിക്കൊണ്ട് ഒരു വൈഡൂര്യം തന്നെയാണ് ഞാനന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഞാനല്ല, മമ്മൂക്ക തെളിയിച്ചിരിക്കുകയാണ്.